സൗദിയിൽ നടന്നുവരുന്ന ഊർജിത സ്വദേശിവൽക്കരണത്തിന്റെ ഭാഗമായി ചില്ലറ വിൽപ്പന കേന്ദ്രങ്ങളിലും സ്വദേശിവൽക്കരണം നടപ്പാക്കുമെന്ന തൊഴിൽ മന്ത്രാലയം. ഇതിന് 2 വർഷത്തെ സാവകാശം അനുവദിക്കുമെന്നും അധികൃതർ അറിയിച്ചു. ബിനാമി ഇടപാട് തടയുന്നതിന്റെയും സ്വദേശികൾക്ക് കൂടുതൽ തൊഴിലവസരം സൃഷ്ടിക്കുന്നതിന്റെയും ഭാഗമായാണ് ചെറുകിട സ്ഥാപനങ്ങളിലും സ്വദേശിവൽക്കരണം നടപ്പാക്കുന്നത്. ബിനാമി തടയൽ നിയമം പരിഷ്കരിക്കാനും ആവശ്യമായ ഭേദഗതി വരുത്താനും വാണിജ്യ നിക്ഷേപ മന്ത്രാലയത്തോട് ഉന്നതസഭ ആവശ്യപ്പെട്ട സാഹചര്യത്തിലാണ് സാവകാശം അനുവദിച്ചത്. കൂടാതെ ചെറുകിട സ്ഥാപനങ്ങളിലേക്ക് സ്വദേശികളുടെ നിക്ഷേപം ആകർഷിക്കാനും മന്ത്രാലയം നടപടി ആരംഭിക്കും. സ്വദേശികൾക്ക് ഈ രംഗത്ത് ആവശ്യമായ പരിശീലനം നൽകാൻ സർക്കാർ പദ്ധതി കാണുന്നുണ്ട്. വിവിധ മന്ത്രാലയങ്ങൾ ഉൾപ്പെടെ 10 സർക്കാർ സ്ഥാപനങ്ങൾ സഹകരിച്ചാണ് ചില്ലറ വിൽപ്പന കേന്ദ്രങ്ങളിലെ സ്വദേശിവൽക്കരണം സാധ്യമാക്കുക. കൂടാതെ പണം വെളുപ്പിക്കൽ തടയുന്നതിന്റെ ഭാഗമായി 18 മാസത്തിനകം ചില്ലറ വിൽപ്പന കേന്ദ്രങ്ങളിൽ ഓൺലൈൻ പണമിടപാട് നടപ്പാക്കാനും അധികൃതർ ഉദ്ദേശിക്കുന്നുണ്ട്. ചില്ലറ വിൽപ്പന രംഗത്തേക്ക് പുതുതായി കടന്നുവരുന്നവർക്ക് 30 ദിവസത്തിനകം സ്ഥാപനത്തിനുള്ള പെർമിറ്റ് അനുവദിക്കുമെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു. മീഡിയ 1 റിയാദ്. ഖത്തറുമായി ബന്ധപ്പെട്ട് UAE തുറമുഖങ്ങളിലും അതിർത്തി ചെക്ക് പോസ്റ്റുകളിലും നിലവിലുള്ള നയത്തിൽ ഒരു മാറ്റവും വരുത്തിയിട്ടില്ലെന്ന് UAE. ഇതുമായി ബന്ധപ്പെട്ട് ചില മാധ്യമങ്ങളിൽ വന്ന റിപ്പോർട്ടുകളുടെ പശ്ചാത്തലത്തിലാണ് UAEയുടെ ഔദ്യോഗിക വിശദീകരണം. UAE കര സമുദ്ര ഫെഡറൽ ഗതാഗത അതോറിറ്റിയാണ് വിശദീകരണവുമായി രംഗത്ത് വന്നത്. ഖത്തറിൽ നിന്ന് UAEയിലേക്കും തിരിച്ചുമുള്ള കയറ്റുമതി ഇറക്കുമതിയെക്കുറിച്ച വാർത്താ റിപ്പോർട്ടുകളെ തുടർന്നാണ് അതോറിറ്റിയുടെ വിശദീകരണ സർക്കുലർ. റിപ്പോർട്ടുകൾ വാസ്തവവിരുദ്ധവും തെറ്റിദ്ധാരണ പരത്തുന്നതുമാണെന്ന് അതോറിറ്റി അധികൃതർ വ്യക്തമാക്കി. കര സമുദ്ര ഗതാഗത മേഖലയിലെ നിയന്ത്രണം തങ്ങളുടെ ഉത്തരവാദിത്വത്തിലാണെന്ന് അതോറിറ്റി ചൂണ്ടിക്കാട്ടി. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ നിയമ നടപടികളും അതോറിറ്റിയുടെ ചുവടെ വരുന്നതാണ്. ഇക്കാര്യത്തിലുള്ള എല്ലാ വിവരങ്ങളും അറിയിക്കുന്നത് അതോറിറ്റി മാത്രമാണെന്നും മറ്റാരുമല്ലെന്നും അധികൃതർ വിശദീകരിച്ചു. ഖത്തർ പതാക വഹിക്കുന്നതും ഖത്തരികളുടെ ഉടമസ്ഥതയിലുള്ളതുമായ എല്ലാ കപ്പലുകളും അബുദാബിയിൽ അടുക്കുന്നത് നിരോധിക്കപ്പെട്ടതാണെന്ന് അബുദാബി തുറമുഖ അധികൃതരും പ്രസ്താവനയിൽ വ്യക്തമാക്കി. UAEയിൽ നിന്നുള്ള കപ്പലുകൾ ഖത്തർ തുറമുഖങ്ങളിലും പ്രവേശിക്കുന്നില്ലെന്ന് പ്രസ്താവനയിൽ കൂട്ടിച്ചേർത്തു. മീഡിയ 1 അബുദാബി. കുവൈത്തിൽ 706 തടവുകാർക്ക് ഇളവ് പ്രഖ്യാപിച്ച് അമീറിന്റെ ഉത്തരവ്. കുവൈത്തിന്റെ 58ാമത് ദേശീയ ദിനവും 28ാമത് വിമോചന ദിനവും പ്രമാണിച്ചാണ് നടപടി. ഇതിൽ 47 സ്വദേശികൾ ഉൾപ്പെടെ 161 പേരെ അടുത്ത തിങ്കളാഴ്ച ജയിൽ മോചിതരാക്കും. 545 തടവുകാർക്ക് ശിക്ഷാ കാലാവധിയിൽ ഇളവ് നൽകാനും അമീർ ഉത്തരവിട്ടു. ഇതിൽ 148 പേർ സ്വദേശികളാണ്. സൗദിയിൽ വ്യാജരേഖയുണ്ടാക്കി ഇൻഷുറൻസ് കമ്പനികളെ കബളിപ്പിക്കാൻ ശ്രമിക്കുന്നവർക്ക് മുന്നറിയിപ്പ്. ഇത്തരക്കാർക്ക് 5 വർഷം വരെ തടവും 4 ലക്ഷം റിയാൽ പിഴയും ചുമത്തുമെന്ന് മാധ്യമ ഇൻഷുറൻസ് അവയർനെസ് കമ്മിറ്റി വ്യക്തമാക്കി. തെറ്റായ വിവരങ്ങൾ നൽകി ഇൻഷുറൻസ് കമ്പനികളിൽ നിന്ന് ആനുകൂല്യങ്ങൾ നേടാൻ ശ്രമിക്കുന്നവർക്കാണ് മുന്നറിയിപ്പ്. ഇത്തരക്കാർക്ക് 1 മുതൽ 5 വർഷം വരെ തടവും 4 ലക്ഷം റിയാൽ പിഴയും ചുമത്തും. മാധ്യമ ഇൻഷുറൻസ് അവബോധ കമ്മിറ്റി ഇൻഷുറൻസ് കമ്പനികളുമായി സഹകരിച്ച് നടത്തുന്ന ബോധവൽക്കരണ ക്യാമ്പയിനിലാണ് മുന്നറിയിപ്പ് നൽകുന്നത്. ആരോഗ്യ വാഹന ഇൻഷുറൻസുകൾക്ക് രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന സൗദി ഇൻഷുറൻസ് കമ്പനികളിൽ നിന്നോ അവരുടെ അംഗീകൃത ഏജൻസികളിൽ നിന്നോ മാത്രമേ ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റുകൾ കരസ്ഥമാക്കാവൂ. സർട്ടിഫിക്കറ്റിൽ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റത്തിരുത്തലുകൾ നടത്തിയതായി കണ്ടെത്തിയാൽ അത് വ്യാജരേഖയായി കണക്കാക്കും. ഇവർ സൗദി നിയമപ്രകാരമുള്ള ശിക്ഷാ നടപടികൾ നേരിടേണ്ടി വരും. ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റുകളിൽ കൃത്രിമം കാണിച്ച് അനധികൃത ഏജന്റുമാർ വഴി കൂടുതൽ പണം തട്ടിയെടുക്കാൻ ചിലർ ശ്രമിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഇതിനെ തുടർന്നാണ് പൊതുസമൂഹത്തിലേക്ക് ബോധവൽക്കരണ പരിപാടികളുമായി വരാൻ കമ്മിറ്റിയെ പ്രേരിപ്പിച്ചത്. ഗഫൂർ കൊണ്ടോട്ടി, മീഡിയ 1 ജിദ്ദ. ഖത്തറിൽ അടുത്ത 3 ദിവസങ്ങളിൽ കൂടി ശക്തമായ തണുപ്പ് അനുഭവപ്പെടുമെന്ന് കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു. പകൽ കൂടിയ താപനില 23 ഡിഗ്രി സെൽഷ്യസും രാത്രി ശരാശരി താപനില 14 ഡിഗ്രിയുമാകും. വടക്കു പടിഞ്ഞാറൻ കാറ്റ് വീശുന്നതിനാലാണ് കാലാവസ്ഥാ മാറ്റം. ഉൾക്കടലിൽ 33 നോട്ടിക്കൽ മൈൽ വേഗത്തിൽ കാറ്റ് വീശാൻ സാധ്യതയുള്ളതിനാൽ മീൻപിടുത്തക്കാർ ജാഗ്രത പാലിക്കണമെന്നും അറിയിപ്പുണ്ട്. സൗദിയിലെ ലേബർ കോടതികളിലെത്തുന്ന കേസുകളുടെ സ്ഥിതിവിവര കണക്കുകൾ ഇലക്ട്രോണിക് പോർട്ടൽ വഴി പ്രസിദ്ധീകരിച്ചു തുടങ്ങി. പുതിയ സംവിധാനം നീതിന്യായ വ്യവസ്ഥയുടെ സുതാര്യത വർദ്ധിപ്പിക്കുമെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. വിവിധ ലേബർ കോടതികളിൽ നിന്ന് കഴിഞ്ഞ മാസം 1860 തൊഴിൽ തർക്കങ്ങളിൽ തീർപ്പുണ്ടാക്കിയതായി കണക്കുകൾ വ്യക്തമാക്കുന്നു. തൊഴിൽ മേഖലയിലെ വിവിധ തർക്കങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി അടുത്തിടെയാണ് രാജ്യത്ത് ലേബർ കോടതികൾ സ്ഥാപിക്കപ്പെട്ടത്. നിലവിൽ റിയാദ്, മക്ക, ജിദ്ദ, മദീന, ദമാം തുടങ്ങിയ പ്രധാന നഗരങ്ങളിലടക്കം 7 ലേബർ കോടതികൾ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ ഏതാനും ജനറൽ കോടതികളിൽ 27ഉം അപ്പീൽ കോടതികളിൽ 9ഉം ലേബർ സർക്യൂട്ടുകളും പ്രവർത്തിച്ചു വരുന്നു. കോടതികളിലെത്തുന്ന തൊഴിൽ തർക്കത്തെക്കുറിച്ചും അതിനുമേൽ പുറപ്പെടുവിക്കുന്ന വിധികളെ സംബന്ധിച്ചുമുള്ള സ്ഥിതിവിവര കണക്കുകൾ പ്രതിമാസാടിസ്ഥാനത്തിൽ ഇലക്ട്രോണിക് പോർട്ടൽ വഴി മന്ത്രാലയം പ്രസിദ്ധീകരിച്ചു തുടങ്ങി. കഴിഞ്ഞ മാസത്തെ സ്ഥിതിവിവര കണക്കുകൾ അനുസരിച്ച് 1860 തൊഴിൽ തർക്കങ്ങളിലാണ് രാജ്യത്തെ വിവിധ ലേബർ കോടതികളിൽ നിന്ന് തീർപ്പുണ്ടാക്കിയത്. റിയാദിൽ മാത്രം 497 കേസുകളിൽ കഴിഞ്ഞ മാസം വിധി പറഞ്ഞു.
മക്കയിൽ 392, മദീനയിൽ 303, കിഴക്കൻ പ്രവിശ്യയിൽ 288, ഖസീമിൽ 204 കേസുകളിലാണ് കഴിഞ്ഞ മാസം തീർപ്പുണ്ടാക്കിയത്. സ്ഥിതിവിവര കണക്കുകൾ പ്രസിദ്ധീകരിക്കുന്നത് നീതിന്യായ വ്യവസ്ഥയുടെ സുതാര്യത വർദ്ധിപ്പിക്കുകയും നീതിന്യായ അവബോധം വ്യാപിപ്പിക്കുകയും ചെയ്യുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. മീഡിയ 1, ജിദ്ദ. കാസർകോട്ടെ എൻഡോസൾഫാൻ ഇരകളെ ഉദ്യോഗസ്ഥ ലോബിയും രാഷ്ട്രീയ കേന്ദ്രങ്ങളും ചേർന്ന് കബളിപ്പിക്കുകയാണെന്ന് സാമൂഹ്യ പ്രവർത്തക ദയാബായ്. ഇരകൾക്ക് നീതി ലഭിക്കുന്നതിന് വേണ്ടി ഏതറ്റം വരെയും പോകും. ആദിവാസി സമൂഹത്തിന് അർഹമായ ഭൂമി ലഭ്യമാക്കാൻ മടിക്കുന്ന സംസ്ഥാന സർക്കാർ വനിതാ മതിലുണ്ടാക്കാൻ കോടികൾ മുടക്കുന്നത് സങ്കടകരമാണെന്നും ദയാബായ് ദോഹയിൽ പറഞ്ഞു. കാസർകോട്ടെ എൻഡോസൾഫാൻ ഇരകൾ നേരിടുന്ന അവഗണനകൾ വിശദീകരിച്ചപ്പോൾ പലപ്പോഴും ദയാബായ് വിങ്ങിപ്പൊട്ടി. ഏത് സാഹചര്യത്തിലാണ് ഈ അമ്മമാർ ഈ കുട്ടികളെ വളർത്താൻ ഇങ്ങനെ കൊണ്ടുപോകുന്നത്? ഇവരിങ്ങനെ കിടക്കുന്നു ഇഴജന്തുക്കളെ പോലെ ചിലർ വീട്ടിനകത്ത്. എന്നിട്ടും ഇവർക്കൊരു സ്വല്പം പോലും കരുണയോ സഹതാപോ അണ്ടർസ്റ്റാൻഡിങ്ങോ ഇല്ലാതെ ഇങ്ങനെ ഉപേക്ഷിച്ച് റിജക്റ്റഡ് ആയിട്ട് കിടക്കുന്നു. അപ്പം ഇത് ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ ആണെന്ന് മാത്രം എൻഡോസൾഫാൻ ആണോ അല്ലയോ എന്തായാലും ദേ ഹാവ് എ റൈറ്റ് ടു ലിവ്. കുട്ടികൾക്ക് 14 വയസ്സ് വരെ വിദ്യാഭ്യാസത്തിനുള്ള ഒരു അവകാശം ഇതൊന്നും ഇവർക്കില്ല. എന്നിട്ട് ഇതൊന്നും അറിയാതെ ഇത് എൻഡോസൾഫാൻ അല്ലാന്നും പറഞ്ഞ് വാദിച്ചിരിക്കുന്ന ഈ അധികാരികൾ. എൻഡോസൾഫാൻ ഇരകൾക്ക് വേണ്ടി പോരാട്ടത്തിനിറങ്ങിയത് മുതൽ തനിക്കെതിരെ വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ ഉയരുകയാണ്. ഇരകൾക്ക് നീതി ലഭിക്കുന്നതുവരെ പോരാട്ടം തുടരും. ശബരിമലയിലെ സ്ത്രീ പ്രവേശനത്തിൽ സുപ്രീം കോടതി വിധി നടപ്പാക്കാൻ കാണിച്ച ഉത്സാഹം എന്തുകൊണ്ട് ആദിവാസി ഭൂമി വിഷയത്തിലെ കോടതി വിധി നടപ്പാക്കാൻ സർക്കാർ കാണിക്കുന്നില്ലെന്നും ദയാബായ് ചോദിച്ചു. എത്ര ക്ലെവർലി ആസൂത്രിതമായിട്ട് അവിടെ ഒരു വശത്ത് മതിലുണ്ടാക്കുന്നു, അതിനു വേണ്ടിയിട്ട് എന്ത് പൈസ ചിലവാക്കുന്നു. ആളുകളുടെ എല്ലാം അറ്റൻഷൻ അങ്ങോട്ട് മാറിയിരിക്കുമ്പോൾ ഇവിടെ പോലീസുകാരെ എല്ലാം നന്നായിട്ട് ഓർഗനൈസ് ചെയ്ത് ആളുകളെ അവിടെ കയറ്റി എന്നിട്ട് അഭിമാനിക്കാം സുപ്രീം കോർട്ട് ഓർഡർ നടപ്പാക്കി. അതെനിക്കൊരു വിചിത്രമായിട്ട് തോന്നി. അത് ഒരേ ചീഫ് മിനിസ്റ്റർ 2 സിറ്റുവേഷനിൽ സുപ്രീം കോർട്ട് വിധി നടപ്പാക്കാൻ ഇങ്ങനെയൊരു സ്റ്റാൻഡേർഡ് എടുക്കുന്ന അത് ഇതായിട്ട് തോന്നി. ഹൃദയം വിശാലമാക്കുക, സമാധാനം സാധ്യമാക്കുക എന്ന പ്രമേയത്തിൽ ഫോക്കസ് ഖത്തർ നാളെ ദോഹയിൽ നടത്തുന്ന സമ്മേളനത്തിൽ പങ്കെടുക്കാനെത്തിയതായിരുന്നു ദയാബായ്. വൈകിട്ട് 4 മുതൽ ദഫ്നയിലെ ഖത്തർ സ്പോർട്സ് ക്ലബിൽ നടക്കുന്ന സമ്മേളനത്തിൽ ദയാബായ് മുഖ്യാതിഥിയാകും. മത, രാഷ്ട്രീയ, സാമൂഹിക രംഗത്തെ നിരവധി പേർ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് ഫോക്കസ് ഖത്തർ ലേഡീസ് വിംഗ് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മീഡിയ 1, ദോഹ. 2019 ബഹ്റൈൻ സീറോ മലബാർ സൊസൈറ്റി വർക്ക് ഓഫ് മേഴ്സി അവാർഡ് സാമൂഹ്യ പ്രവർത്തക ദയാബായിക്ക് മാർച്ച് 1 ഇന്ത്യൻ ക്ലബ്ബ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പരിപാടിയിൽ പുരസ്കാരം സമ്മാനിക്കുമെന്ന് സിംസ് ഭാരവാഹികൾ അറിയിച്ചു. ചടങ്ങിൽ ബഹ്റൈനിലെ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന പ്രമുഖർ പങ്കെടുക്കും. ഖത്തർ KMCC മലപ്പുറം ജില്ലാ കമ്മിറ്റി നടത്തിവരുന്ന മലപ്പുറം പെരുമ പരിപാടി നാളെ സമാപിക്കും. മുൻ കേന്ദ്രമന്ത്രി ശശി തരൂർ സമാപന ചടങ്ങിൽ മുഖ്യാതിഥിയാകും. മലപ്പുറം ജില്ലാ പിറവിയുടെ സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി 50 ആണ്ടിന്റെ മലപ്പുറം പെരുമ എന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. മലപ്പുറം ജില്ലക്കാരായ ഖത്തർ പ്രവാസികൾക്കിടയിൽ കലാകായിക അഭിരുചികൾ വളർത്തുകയെന്ന ലക്ഷ്യത്തോടെയാണ് മലപ്പുറം പെരുമ എന്ന പേരിൽ KMCC ജില്ലാ കമ്മിറ്റി പരിപാടി സംഘടിപ്പിക്കുന്നത്. ഖത്തർ ദേശീയ ദിനമായ ഡിസംബർ 20 ആരംഭിച്ച സീസൺ 3യുടെ സമാപന സമ്മേളനമാണ് നാളെ അൽ അറബി വോളിബോൾ സ്റ്റേഡിയത്തിൽ നടക്കുന്നത്. വിവിധ മത്സരങ്ങളിൽ വിജയികളായവർക്കുള്ള സമ്മാന വിതരണവും കായിക ദിനത്തിനുള്ള ഐക്യദാർഢ്യവും വൈകിട്ട് 4 ആരംഭിക്കും. മലപ്പുറത്തിന്റെ ചരിത്രവും വർത്തമാനവും വിശദീകരിക്കുന്ന വീഡിയോ പ്രദർശനവും നടക്കും. വൈകിട്ട് 7 നടക്കുന്ന സമാപന സമ്മേളനത്തിൽ മുൻ കേന്ദ്രമന്ത്രി ശശി തരൂർ MP മുഖ്യാതിഥിയാകും. ET മുഹമ്മദ് ബഷീർ MP, സാഹിത്യകാരനും കവിയുമായ ആലംകോട് ലീലാകൃഷ്ണൻ, ഖത്തർ ഫുട്ബോൾ അസോസിയേഷൻ പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. ഏഷ്യൻ കപ്പ് ഫുട്ബോൾ കിരീടം നേടിയ ഖത്തർ ടീമിനെ ആദരിക്കുന്ന ചടങ്ങും ഒരുക്കിയിട്ടുണ്ടെന്ന് ഭാരവാഹികൾ അറിയിച്ചു. KMCC മലപ്പുറം ജില്ലാ പ്രസിഡന്റ് K മുഹമ്മദ് ഈസ, സഹഭാരവാഹികളായ അലി മൊറയൂർ, സബാദ് വെളിയങ്കോട്, ബഷീർ ചേരേമ്പ്ര, ലൈസ് ഏറനാട് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. മീഡിയ 1, ദോഹ. മലപ്പുറം ജില്ലയിലെ പൂങ്ങോട് പ്രവാസി കൂട്ടായ്മ ജിദ്ദ ചാപ്റ്റർ വാർഷിക സംഗമം വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചു. ലഹരി വിരുദ്ധ ക്യാമ്പയിൻ, മരം നടൽ, വിദ്യാഭ്യാസ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ തുടങ്ങിയവ കൂട്ടായ്മയുടെ കീഴിൽ നടപ്പിലാക്കിയതായി സംഗമത്തിൽ അറിയിച്ചു. മത്സര വിജയികൾക്കുള്ള സമ്മാനങ്ങൾ ഷിയാസ് VP, P നൂറുദ്ദീൻ തുടങ്ങിയവർ വിതരണം ചെയ്തു.